മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ നോട്ടം ഇങ്ങോട്ടായിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ തരാം. ഹല്ലേലൂയ. ഇനിയിപ്പോൾ അതെന്താണെന്ന് ചിന്തിച്ച് സമയം കളയണ്ട, വചനം കേട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ നാവിൽ നിന്ന് അല്ലേ നല്ല കൃപാവചസ്സുകളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ നാവിൽ നിന്നും കൂടെ അങ്ങനെ ഒഴുകാൻ വേണ്ടി തുടങ്ങണം. ചിലപ്പോൾ ചില മനുഷ്യരെങ്കിലും പറയാറുണ്ട് അല്ലേ, അങ്ങനെ അല്ലേ, തൊണ്ട തുറന്നാൽ അല്ലെങ്കിൽ തൊള്ള തുറന്നാൽ ഇത് ചീത്തയോ വരുള്ളൂ. അങ്ങനെയൊക്കെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പലരും പറയാറുണ്ട്. പരാതിയും പറയാം, ഒരു സൗകര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും പറയേണ്ടതിനെക്കുറിച്ച് ഓരോ ദിവസത്തിൽ പറയാം. ഇപ്പോൾ അതെല്ലാം ഒരു ഉത്തമയായ ഭാര്യയുടെ നാവിൽ നിന്ന് പുറത്ത് വരേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വചനഭാഗം ശ്രദ്ധയിൽപ്പെടുത്താം. സുഭാഷിതങ്ങൾ പുസ്തകം 31-ാം അധ്യായം 26-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. ഒരു ഉത്തമയായ ഭാര്യയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ബൈബിളിലെ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട സഹോദരൻ. അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ പാർട്ടി വാ തുറന്നാൽ അല്ലേ പ്രിയപ്പെട്ട സഹോദരൻ, ചേച്ചിമാരിപ്പോൾ ചേട്ടന്മാരെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും അല്ലേ? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ജ്ഞാനം പുറത്ത് വരണമെന്നറിയാവോ? വചനം ഉള്ളിൽ നിറഞ്ഞാലാണ് ജ്ഞാനം പുറത്ത് വരുള്ളൂ. അതെനിക്കറിയാവോ? വചനമുള്ളവന് ജ്ഞാനമുണ്ട് എന്ന് ഞാൻ 6:11 പിന്നെ മലാക്കി 2 കിടക്കുന്നുണ്ട് സഹോദരങ്ങളെ. പിന്നെ ദയാമസൃണമായ ഉപദേശങ്ങളിൽ വരണമെങ്കിൽ എന്താ? വചനത്തിൽ നിന്നാണ് ഉപദേശം വരുന്നത് അല്ലേ? പുരോഹിതനോട് പറഞ്ഞ് ഉപദേശം കൊടുക്കാമെന്ന് പറയാം. കാരണം പുരോഹിതൻ വചനം നിറഞ്ഞാൽ ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉത്തമയായ ഭാര്യയാകാൻ നിങ്ങളിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇനി ഒന്നുകൂടെ ഉത്തമയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാരാളം വചനം നിറയ്ക്ക്. ജ്ഞാനം പുറത്തു വരും. മക്കൾക്ക് ജ്ഞാനം, ജീവിത പങ്കാളിക്ക് ജ്ഞാനം, മാതാപിതാക്കന്മാർക്ക് ജ്ഞാനം, അയൽക്കാർക്ക് അല്ലേ? പിന്നെയോ ദയാമസൃണമായ ഉപദേശങ്ങൾ നല്ല കൃപയോടെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവായ ദൈവം വരെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഓരോരുത്തരെ ആശീർവദിക്കുന്നു. രോഗികളെ ആശീർവദിക്കുന്നു, പൈശാചിക പീഡകളുള്ളവരെ ആശീർവദിക്കുന്നു, കർത്താവ് തടസ്സങ്ങളിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.